എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന ഒരു സംഭവമാണ്, അല്പം മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് വെറും 23 വയസ്സ് മാത്രമുള്ള അൽഫാൻ എന്ന് പറയുന്ന യുവാവ് 6 പേരെ കൊലപാതകം ചെയ്തിരിക്കുകയാണ്, 6 പേരെ കൊന്നിരിക്കുകയാണ്. അതിൽ അൽഫാൻ്റെ മുത്തശ്ശിയെയും സഹോദരിയെയും ബന്ധുക്കളെയൊക്കെയാണ്. എന്നിട്ട് നേരെ ചെന്ന് ഒരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ഇന്നതുപോലെ 6 പേരെ കൊന്നു എന്നൊക്കെ മൊഴി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ അന്വേഷിച്ചു. അങ്ങനെ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 6ാമത്തെ ആളിൻ്റേതും ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്ലേ, നമ്മുടെ കാലത്തിൻ്റെ ഈ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമ്മുടെ നിയമം വീണ്ടും പൊളിച്ചെഴുതുന്നത് വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ആർക്കും നിയമത്തിന് ഒരു പേടിയില്ല. ഇപ്പോൾ ഒരാളെ കൊന്നാലും 2 ആളെ കൊന്നാലും 6 പേരെ കൊന്നാലും ശിക്ഷ അങ്ങേയറ്റം പോയാൽ മരണശിക്ഷയാണ് എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കും അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. പക്ഷേ നിയമത്തെ ഒട്ടും പേടിയില്ലാഞ്ഞിട്ടാവണം ഈ 23 വയസ്സുള്ള ഈ ഒരു യുവാവ് ഇത്തരത്തിൽ നീചമായ ഒരു പ്രവൃത്തി ചെയ്തത്. സ്വന്തം കുടുംബത്തിലുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇത്രയും നികൃഷ്ടമായിട്ട് കൊല്ലാനായിട്ട് അവൻ്റെ ആ ഒരു ബോധ മനസ്സ് തയ്യാറായിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ശരിക്കും ഇത്തരത്തിൽ ഈ കുട്ടികൾക്കൊക്കെ പ്രചോദനമാകുന്നത് എന്ത് തന്നെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ ഇതിന് ഒരു പരിധി വരെ കാരണക്കാരാണെന്ന് എനിക്ക് പറയാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെക്കുറിച്ചിട്ട്. എന്തൊക്കെയാണ് ഓരോ സിനിമകളിലും കാണിക്കുന്നത്? സൈക്കോപരമായിട്ടുള്ള സിനിമകൾ വരെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിലെങ്കിലും ഇത് വല്ലാത്ത രീതിയിൽ ആകർഷിക്കും. എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാവും. പച്ച ഇറച്ചി കടിച്ച് പറിച്ച് തിന്നുന്ന സിനിമകളൊക്കെയല്ലേ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ആരാധകരൊക്കെ വന്നിട്ട് എന്നെ തിന്നാനായിട്ട് വരണ്ട, അങ്ങനെ വന്നാൽ ഞാൻ നിന്ന് തരുന്ന ഒരാളുമല്ല. പക്ഷേ പറയാണ്ട് വയ്യ, നമ്മുടെ നാട്ടിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് നടക്കുന്നത് ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ബംഗാളിലോ വേറെങ്ങുമല്ല, ആസാമിലൊന്നുമല്ല. ഇത് നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളം എന്നൊക്കെ എല്ലാവരും നാഴികയ്ക്ക് 40 വട്ടം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കേരളത്തിനുള്ളിൽ തന്നെയാണിത് നടന്നിരിക്കുന്നത്. എന്താ അല്ലേ? നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന കേരളത്തിലാണ് ഇതുപോലെയുള്ള അഴിമതികൾ ദിവസവും ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഒരു പരിധിവരെ മുഖ്യമന്ത്രിക്ക് പോലും നാണക്കേടാണ്. ശരിക്കും ഇതിനൊക്കെ ഒരു തടയിട്ടേ മതിയാവൂ. 23കാരന് ഇത്രയധികം കൊലപാതകങ്ങൾ ചെയ്യാനായിട്ട്, രക്തം കണ്ട് അറപ്പ് തീരാനായിട്ട് എന്തായിരിക്കും അവൻ്റെ തലച്ചോറിൽ സംഭവിച്ചത്? എന്നാലിപ്പോൾ നിങ്ങൾ കണ്ടോളൂ, ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിൽ പുള്ളിക്കാരന് മനോരോഗിയാണ് എന്നൊരു വരുത്തലായിരിക്കും ഇനി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒരാളെ കൊന്നു കഴിയുമ്പോൾ കുറേ പേരെങ്കിലും അവരെ അങ്ങ് മനോരോഗികളാക്കി ചിത്രീകരിക്കും. ആ ഒരു ആനുകൂല്യം കുറച്ച് പേരെങ്കിലും അനാവശ്യമായിട്ട് പോലും അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവർക്ക് ധൈര്യം ഉണ്ടാവും, എന്തും ചെയ്യാനുള്ള ധൈര്യം. ആ ഒരു ധൈര്യത്തിൻ്റെ പിൻബലത്തിലായിരിക്കും അവർ വീണ്ടും ഇത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് പോകുന്നത്. കാരണം ഒരാളെ കൊന്നു കഴിഞ്ഞാലും അവന് മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ പിന്നെന്താ അല്ലേ? അപ്പോൾ ഈ ഒരു 6 കൊലപാതകം ചെയ്തതിൻ്റെ പിന്നിൽ എന്തായിരിക്കും എന്നറിയില്ല. ഈ മരണപ്പെട്ടതിൽ ഒരാൾ ഈ പുള്ളിക്കാരൻ്റെ കാമുകിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ബാക്കിയുള്ള ഒരു കുടുംബാംഗങ്ങളാണെന്നും പറയപ്പെടുന്നു. തലയ്ക്കടിച്ചും വെട്ടിയും ആണ് കൊല ചെയ്യപ്പെട്ടതെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിക്കുമുള്ള വിശദാംശങ്ങളൊക്കെ ഇനി വരുന്ന വാർത്തകളിലെ അറിയാൻ സാധിക്കൂ. ഇതാണിപ്പോൾ തൽക്കാലം അറിയാൻ സാധിച്ച ഒരു വാർത്തയെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുപോലെ തന്നെ ഈ വാർത്തയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന സമയത്ത് നമ്മൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.